ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമ്മളോട് പല ആൾക്കാരും നല്ല ബന്ധങ്ങൾ പുലർത്താറുണ്ടല്ലേ, പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് നമ്മൾക്കറിയില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ ഇപ്പം നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവ രീതികൾ ഞാൻ ഈ പറയുന്ന ടിപ്സിനകത്തൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ അവരിലുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കുറച്ച് അകന്ന് നിന്ന് അവരുമായിട്ട് മിണ്ടാനും പറയാനും ഒക്കെ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നല്ല സമയത്ത് ഇവരൊക്കെ കൂടെ ഉണ്ടാകും. പക്ഷേ നമുക്കൊരു മോശം സമയം വരുമ്പോൾ, അതായത് സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഒരു അസുഖം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവർ നമ്മളിൽ നിന്ന് മാറി നിൽക്കുക, നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ ഒന്ന് കുറച്ച് അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കുക. അതായത് നമ്മളോട് പറയുകയാണ് ഇന്ന ദിവസം നമുക്ക് ഈ സ്ഥലത്ത് പോകാം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ കല്യാണത്തിന് നമുക്ക് പോകാം, അതിനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് സമയമാകുമ്പോൾ പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ റീസൺ എന്താണെന്നും കൂടി കേൾക്കേണ്ടതുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എങ്കിൽ അത് പ്രശ്നമല്ല. അത് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല എങ്കിൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ അത്തരം ആൾക്കാരെയും വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിജയം ഉണ്ടാവുകയാണ്. അപ്പം നമ്മളെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നമ്മളോട് വന്ന് പറയണ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, ശരിയായില്ല, പോരാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയും വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ആരെന്ത് ചെയ്താലും മോശം മാത്രം കാണുക, നെഗറ്റീവായിട്ടെല്ലാം സംസാരിക്കുക, പോസിറ്റീവായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക, അത്തരം ആൾക്കാരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മളെല്ലാം അങ്ങോട്ട്, ഇപ്പോൾ ഒരു സാമ്പത്തികമാണ് എങ്കിലും നമ്മൾ അങ്ങോട്ട് നൽകണം. അപ്പം തിരിച്ച് ഇങ്ങോട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇത് പലയിടത്തും ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കും. എല്ലാം അങ്ങോട്ട് നൽകണം, പക്ഷെ നമുക്കായിട്ട് ഒന്നും അവർ ഒരു രൂപ പോലും, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും നല്ലൊരു വാക്ക് പറയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാം നമ്മളിപ്പം അവരിപ്പോൾ വയ്യാതെ കിടക്കുന്നതെന്ന് വെച്ചോ, അപ്പം നമ്മൾ ചെന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. പക്ഷെ നമ്മൾ വയ്യാതെ കിടന്നാൽ അവരൊന്ന് നോക്കിയോ കാണുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുക, അതായത് പരദൂഷണം പറയുക എന്നൊക്കെ പറയും. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം മാത്രം ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റുള്ളവരുടെ കുറ്റം നമ്മളോട് പറയുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോടും ചെന്ന് ഇവർ പറയുന്നുണ്ടായിരിക്കും. അത്തരം ആൾക്കാരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക്